ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരീ സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽപക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും ജീവിച്ചിരിക്കുന്ന ഏവരെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് അച്ഛനമ്മമാരെയും അച്ഛനച്ചച്ചന്മാരെയും മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ചെറിയച്ഛന്മാരെയും ചെറിയമ്മമാരെയും വലിയച്ഛന്മാരെയും വലിയമ്മമാരെയും പാപ്പന്മാരെയും മാമന്മാരെയും ഗുരു കാരണവന്മാരെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും അമ്മയും മഹാദേവി ലോകത്തിലുള്ള സർവ ശ്രീശ്വരന്മാരെയും സർവ ആചാര്യന്മാരെയും സർവ പണ്ഡിതന്മാരെയും അമ്മയും മഹാദേവി ഈ ജന്മം നൽകിയ മാതാപിതാക്കളെയും ഇത്ര കാലത്തോളം ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി പരിപാലിച്ചു പോന്നിട്ടുള്ള സർവേശ്വരനെയും കൂടപ്പിറപ്പുകളെയും സഹോദരീ സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയും നാടിനെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും അമ്മേ മഹാദേവി വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും അമ്മേ മഹാദേവി പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്തുതി സംഹാരാദിമൂർത്തി ദേവന്മാരെയും ലോകത്തിലുള്ള 33 ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള സർവ്വദൈവദേവഗണങ്ങളെയും അമ്മേ മഹാദേവി സർവഗ്രഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹുഗുളിക കേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവസുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വരമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനീശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയ ആചാര്യന്മാരെയും ഗുരുകാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും അമ്മേ മഹാദേവി ഏവരെയും ഏതിനെയും സർവ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നേൻ മേ മഹാദേവി. ഏവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി അമ്മേ മഹാദേവി. ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദത്തിങ്കൽ നമസ്കാരം. ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദത്തിങ്കൽ നമസ്കാരം. അമ്മേ മഹാദേവി, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരീ സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും അമ്മേ മഹാദേവി കഴിഞ്ഞു പോയിട്ടുള്ള ജന്മങ്ങളിൽ നൽകിയിട്ടുള്ള മാതാപിതാക്കളെയും ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി പരിപാലിച്ചു പോന്നിട്ടുള്ള സർവേശ്വരനെയും കൂടപ്പിറപ്പുകളെയും സഹോദരീ സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയും നാടിനെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും അമ്മേ മഹാദേവി വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും അമ്മേ മഹാദേവി പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്തുതി സംഹാരാദിമൂർത്തി ദേവന്മാരെയും ലോകത്തിലുള്ള 33 ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള സർവ്വദൈവദേവഗണങ്ങളെയും സർവഗ്രഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹുഗുളിക കേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവസുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വരമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനേശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയ ആചാര്യന്മാരെയും ഗുരു കാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും അമ്മേ മഹാദേവി ഏവരെയും ഏതിനെയും സർവ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നതിനേവരെയും സർവാദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നതിനേവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി. ഏവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി. ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദത്തിങ്കൽ നമസ്കാരം.
എവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദത്തിങ്കൽ നമസ്കാരം. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരി സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരുകാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും അമ്മേ മഹാദേവി, ഈ നിമിഷം മുതൽ ജന്മം കൊണ്ടിട്ടുള്ള ഏവരെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും അമ്മേ മഹാദേവി, വരും കാലങ്ങളിൽ വരും സമയങ്ങളിൽ ജനിക്കാനിരിക്കുന്നവരെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും അമ്മേ മഹാദേവി, വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും അമ്മേ മഹാദേവി, പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്ഥിതി സംഹാരാദിമൂർത്തി ദേവന്മാരെയും ലോകത്തിലുള്ള 33 കോടി ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള സർവ്വദൈവദേവഗണങ്ങളെയും അമ്മേ മഹാദേവി, സർവഗ്രഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹുഗുളിക കേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവസുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വരമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനേശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയ ആചാര്യന്മാരെയും ഗുരുകാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും ഏവരെയും ഏതിനെയും സർവ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നേൻ. ഏവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി, അവർക്കും ഏതിനും നല്ലത് വരുത്തണം ജഗദീശ്വരി. ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദത്തിങ്കൽ നമസ്കാരം. ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദത്തിങ്കൽ നമസ്കാരം. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും സഹോദരി സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരുകാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും അമ്മേ മഹാദേവി, ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം അറിഞ്ഞും അറിയാതെയും മരണപ്പെട്ടു പോയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ ജീവജാലങ്ങളുടെയും അറിഞ്ഞും അറിയാതെയും മരണപ്പെട്ടു പോയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ ജീവജാലങ്ങളുടെയും സർവാത്മാക്കൾക്കും സർവപിതൃക്കൾക്കും നിത്യശാന്തി നൽകണം ജഗദീശ്വരി, മുക്തി നൽകണം ജഗദീശ്വരി, മോക്ഷം നൽകണം ജഗദീശ്വരി, മോക്ഷം നൽകണം ജഗദീശ്വരി. ഇതാണ് നമുക്ക് വേണ്ടത്. ഏവർക്കും തിരിച്ചറിയുവാനുള്ളൊരു ബോധ്യം ഉണ്ടാവണം. ഞാനൊരു മനുഷ്യനാണെന്ന്, ഒരു മനുഷ്യനായി ജീവിക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണെന്നും കടമയാണെന്നും എന്നുള്ളൊരു തിരിച്ചറിവും ഒരു ബോധവും ഏവർക്കും വേണ്ടതായിട്ടുണ്ട്. ഞാനെന്നുള്ള ഭാവം കളഞ്ഞുകൊണ്ട് നമ്മളായിത്തീരുന്നൊരവസ്ഥ വരണം. നമ്മുടെ വീട്ടിലെ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിലെ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിലെ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ നാട്ടിലെ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ ലോകത്തിലെ സമാധാനത്തിന് വേണ്ടി എല്ലാവരും ആയതിനു വേണ്ടി നിലകൊള്ളണം, ആയതിനു വേണ്ടി ജീവിക്കണം.
ഒരു മനുഷ്യനാണെന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ബോധ്യത്തോടു കൂടി ഏവരും വരണം, ഏവരും വളരണം, ഉയരണം. സത്യവും ധർമ്മവുമാവണം എൻ്റെ കർത്തവ്യമെന്നുള്ള തിരിച്ചറിവോടുകൂടി ഒരു മനുഷ്യൻ വളരണം, ഉയരണം. ശുദ്ധബോധത്തിൽ നിന്ന് ശുദ്ധരാത്മാവിനുടമയായിക്കൊണ്ട് വളരണം. ശാന്തിയുള്ള, സമാധാനമുള്ള, സ്വസ്ഥതയുള്ള ഒരവസ്ഥ നമ്മൾ വാർത്തെടുക്കണം. നമ്മുടെ വീട് മുതൽ, നമ്മുടെ കൂട് മുതൽ. നമ്മുടെ വീടാണ് നമ്മുടെ കൂട്, നമ്മുടെ നാടാണ് നമ്മുടെ കൂട്, നമ്മുടെ കുടുംബമാണ് നമ്മുടെ കൂട്, നമ്മുടെ സമൂഹമാണ് നമ്മുടെ കൂട്, ഈ ലോകമാണ് നമ്മുടെ കൂട്. ആ കൂട്ടിലുള്ളവരെല്ലാം ഒന്നാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. നമ്മുടെ കൂട് ആദ്യം എവിടെയായിരുന്നു? നമ്മുടെ കൂട് മാതാവിൻ്റെ വയറ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ആയതിനു മുമ്പ് എവിടെയായിരുന്നു നമ്മുടെ കൂട്? അത് നമ്മുടെ പിതാവിനുണ്ടായിരുന്നു നമ്മുടെ കൂട്. നമ്മുടെ പിതാവിന് എവിടെയായിരുന്നു പിതാവിൻ്റെ കൂട്? മാതാവിൻ്റെ വയറ്റിലായിരുന്നു നമ്മുടെ പിതാവിൻ്റെ കൂട്. ആ പിതാവിൻ്റെ കൂട് ആരുടെ ഉള്ളിലായിരുന്നു? അവരുടെ പിതാവിൻ്റെ കൂട്ടിലായിരുന്നു അവരപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ 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 കിട്ടിയ ജന്മമാണിതെന്നറിയണം. പുറകോട്ട് പോകുമ്പോൾ ചിന്തിച്ചാൽ അറ്റമുണ്ടോ നമുക്ക് ചിന്തിക്കുവാൻ? കഴിയുമോ? എനിക്കെൻ്റെ അച്ഛനെ കണ്ട പരിചയമേ ഉള്ളൂ, എങ്കിലും എൻ്റെ അച്ഛനുണ്ടായിട്ടില്ലേ? എൻ്റെ അച്ഛനുണ്ടായിട്ടില്ലേ? അവരുടെ അച്ഛൻ്റെ അച്ഛൻ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ വലിയച്ഛന്മാരുണ്ടായിട്ടില്ലേ? ചെറിയച്ഛന്മാരുണ്ടായിട്ടില്ലേ? അച്ഛന്മാരുണ്ടായിട്ടില്ലേ? എത്ര അച്ഛനെമാരെയാണോ നമുക്ക് വർണ്ണിക്കാൻ പറ്റുക? അതാണ് നമ്മൾ അറിവെന്ന് വിചാരിച്ച് നിലകൊള്ളേണ്ടതായിട്ട് വരും. എണ്ണി തിട്ടപ്പെടുത്താനാകുമോ? നമുക്ക് പറയുന്ന അത്രത്തോളം അച്ഛൻ്റെ അച്ഛനും നമുക്ക് പറഞ്ഞു തീരുന്നത് വരേക്കും പറയാം. പിന്നീട് നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് കണക്ക്. അതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കണക്ക്. പുറകോട്ടുള്ളത് ആ അന്തത്തിൽ അങ്ങനെ പോകുമ്പോഴുള്ള ആ അന്ധകാരത്തിൽ പിന്നെ ആരാണ് ഉണ്ടായിരുന്നത്? അവിടെ ഒരു നല്ലച്ഛനുണ്ടായിരുന്നു, അവിടെ ഒരു നല്ലമ്മയുണ്ടായിരുന്നു. അത് തന്നെയാണ് പ്രപഞ്ചം, പ്രകൃതി മാതാവാകുന്നത് അത് തന്നെയാണ്. അവിടെയാണ് പറയുന്നത്, അത് തന്നെ ഞാനും, അത് തന്നെ നീയും, അത് തന്നെ നമ്മൾ. പറയുന്നു, നീയാകുന്നത് തന്നെ ഞാനാകുന്നു, ഞാനാകുന്നത് തന്നെ നീയാകുന്നു. അത് എല്ലായിടത്തും പറയുന്നുണ്ട്. ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ അയ്യപ്പസ്വാമിയുടെ മുമ്പിലെത്തുമ്പോൾ തത്വമസി എന്നുള്ളൊരു ബോർഡ് എഴുതി വെച്ചതായിട്ടുള്ളത് കാണാം. അവിടെയും പറയുന്നത് അത് തന്നെ. സ്വാമിയും ഞാൻ തന്നെ, ഭക്തനും ഞാൻ തന്നെ എന്ന് പറയുന്നു. എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ തന്നെയാണ്, നീ തന്നെ എൻ്റെ ഉള്ളിലുള്ളത്. ഹരിയാകുന്നതും ഹരിഹരനാകുന്നതും ഹരിഹരാസുതനാകുന്ന സ്വാമിയാകുന്നതും നീയാകുന്നതും ഞാൻ തന്നെ. ആരാണപ്പോൾ? ഹരിയും ഞാൻ, ഹരനും ഞാൻ, ഹരിഹരനും ഞാൻ, ഹരിഹരാസുതനും ഞാൻ, നീയും ഞാൻ, ഞാനും നീ, നമ്മൾ ഒന്നാണ്. ഒന്ന് തന്നെ ഉള്ളൂ. അമ്മയാരാണ്? ഈശ്വരി ആരാണ്? ഈ പ്രകൃതി തന്നെയാണ് ഈശ്വരി. പ്രപഞ്ചമാണ് ഈശ്വരി, പ്രപഞ്ചമാണ് ഈശ്വരി. ഈശ്വരനും ഈശ്വരിയും
ശിവ ഈശ്വരിയും ശിവൻ ഈശ്വരനുമാകുന്നു. പ്രകൃതി തന്നെ ഇതെല്ലാം ഫലിപ്പിക്കുന്നു. നമ്മളെ പ്രകൃതിയിൽ നിന്നെല്ലാം ഈ അറിവ് നമുക്ക് നേടാം. ആ പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നു. പ്രകൃതിയിലുള്ളതെല്ലാം ഞാൻ തന്നെ, നീ തന്നെ. നീ വെട്ടിമുറിച്ച് മാറ്റുന്ന നിൻ്റെ അഹങ്കാരം കൊണ്ടും അഹന്ത കൊണ്ടും നിന്നിൽ നിലകൊള്ളുന്നതായിട്ടുള്ള ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള നിനക്ക് നൽകുന്ന പ്രോത്സാഹനവും ആയതുകൊണ്ട് നീ നശിപ്പിക്കുന്ന ഈ പ്രകൃതിയെ നീ നിന്നെ തന്നെയാണ് നശിപ്പിക്കുന്നതെന്നറിയാതെ പോകുന്നു. അനീതിയും കൊണ്ടും അക്രമം കൊണ്ടും നടക്കുന്നവർക്ക് പലർക്കും ഭരണകൂടം പോലും പ്രോത്സാഹനം നൽകുന്നു. ആയവർക്കായിക്കൊണ്ട് കൂട്ടുനിൽക്കുന്നു. നാട്ടിൽ അരാജകത്വം വളർത്തിയെടുക്കുവാനായിക്കൊണ്ട് പലരും ശ്രമിക്കുന്നു. ആയത് ഭയപ്പാടോടുകൂടി കാണേണ്ടതായിട്ടുണ്ടെന്നും പറയുന്നു. അവിടെ പറഞ്ഞു വയ്ക്കുന്നൊരർത്ഥം, മൂന്ന് മുനയുള്ളൊരു കുന്തമായി ഞാൻ നിന്നിലേക്ക് പാഞ്ഞെടുക്കും. നീ എന്ന ഈ പ്രകൃതിയിലേക്ക് ഞാൻ പാഞ്ഞെടുക്കും, ഈ ഭൂമിയിലേക്ക് പാഞ്ഞെടുക്കും. തകർക്കും ഞാൻ എല്ലാത്തിനെയും. ആയതിനെ തടയുവാൻ നിങ്ങൾക്കായില്ല എന്ന് പറയുന്നു. എന്താണ് ആ മൂന്ന് മുനയുള്ള കുന്തം? ഞാൻ പോയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് സൃഷ്ടിയാകുന്നതും, ഒന്ന് സ്തുതിയാകുന്നതും, ഒന്ന് സംഹാരമാകുന്നതും. ഇതിൽ മൂന്നും ഞാൻ സൃഷ്ടിയെ വൈകല്യത്തോടു കൂടി ജനിപ്പിച്ചു. നിന്നെ കഷ്ടനഷ്ടങ്ങൾക്ക് ഒരു തരത്തിലുമുള്ളൊരാശ്വാസവും കിട്ടാതെ കണ്ട് നീ ജന്മം കൊണ്ട് തന്നെ നീ കഷ്ടപ്പെട്ടവനായി വളരും. ജന്മം കൊണ്ട് തന്നെ കഷ്ടപ്പെട്ടവനായി വളരും. ആയ നിൻ്റെ മാതാപിതാക്കൾ ആയതുകൊണ്ട് കഷ്ടപ്പെടുമ്പോൾ ആ കഷ്ടപ്പെടുന്ന മാതാപിതാക്കളും അവയ്ക്കും ജന്മം നൽകിയത് ഞാൻ തന്നെ. ആ മാതാപിതാക്കൾ ആ കഷ്ടപ്പെടാനുണ്ടായിട്ടുള്ള കാരണം പോയിട്ടുള്ള കാലങ്ങളിൽ ആ മാതാവും പിതാവും ദുഷ്ടതകളും ദോഷങ്ങളും ഉള്ളവരായിരുന്നെന്നും അറിയണം. അങ്ങനെയുള്ള മാതാപിതാക്കൾക്കായിക്കൊണ്ട് നിൻ്റെ കർത്തവ്യം കൊണ്ട് നീ ചെയ്ത ദുഷ്ടമായിട്ടുള്ള ആ കടപ്പാട് ദുഷ്ടത്തിൽ കൂടെ നീ നേടിയെടുത്ത ആ നിൻ്റെ നാട്ടം നിനക്ക് തന്നെ നീയൊരു വയ്യാത്ത ഒരു സന്ദർഭത്തിൽ നിന്നെ കൊണ്ടെത്തിക്കുന്നു. അങ്ങനൊരു ജന്മം നിനക്കും വിട്ടു നൽകുന്നു. നിനക്ക് വേണ്ടതൊന്നും കിട്ടാതെ കണ്ട്, നിൻ്റെ ഉള്ളതൊന്നും നിനക്ക് കിട്ടാതെ കണ്ട് മലത്തിലും മൂത്രത്തിലും കിടക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലൂടെ നിന്നെ ഞാൻ ജനിപ്പിക്കും. അങ്ങനെ സൃഷ്ടി പൂർത്തീകരിച്ചു. പിന്നെ നിലനിൽക്കുന്ന കാലമാണ് ഈ ദുരിതം അനുഭവിക്കുന്ന കാലം. പിന്നെ പോകുമ്പോഴത്തേക്കും ഇതൊന്നും വേണ്ട രീതിയിൽ കിട്ടാതെ കണ്ട് ആ അച്ഛനമ്മമാർ ആ മകനെ അല്ലെങ്കിൽ മകളെ വളർത്തിക്കൊണ്ട് അവരതിലൊരു കാരുണ്യം കാണുകയാണെങ്കിൽ അതൊരു പ്രായശ്ചിത്തമെന്നോണം അവരുടെ കർത്തവ്യം പൂർത്തീകരിച്ച് അവർ പിന്നീട് പോകുന്നു. അവർക്ക് വീണ്ടും നല്ല ജന്മം നൽകി അവർക്ക് ശുദ്ധബോധമായി ശുദ്ധാത്മാവായി തീരുവാനായിക്കൊണ്ടുള്ള ജന്മം വീണ്ടും നൽകുന്നു. ആയതിൽ വീണ്ടും അവർ ദുഷ്ടത്തിലാണ് പടുത്തുയർത്തുന്നതെങ്കിൽ, ആയതിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വീണ്ടും പണി ഇത് തന്നെയാണ്. സൃഷ്ടിയിലും ഞാനുണ്ട്, സ്തുതിയിലും ഞാനുണ്ട്, സംഹാരത്തിലും ഞാൻ. പോകുന്ന സമയവും ഒന്നുമില്ലാതായിക്കൊണ്ട് സ്വസ്ഥത എന്താണ്, സമാധാനം എന്താണ്, ജീവിതം എന്താണെന്നറിയാതെ ആ കുടുംബം അങ്ങനെ കഴിയുന്നു. ചില മാതാപിതാക്കൾ തൻ്റെ വയ്യാതായി കിടക്കുന്ന മകനെ ഉദ്ധരിപ്പിക്കുവാനായിക്കൊണ്ട് പല ശ്രമത്തിലൂടെയും അവരിൽ കാരുണ്യമുണരുന്നു. അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കുന്നു, എൻ്റെ മകനെ പോലൊരു മകനെ ഇനി ലോകത്തിലുള്ള ആർക്കും കൊടുക്കരുത് എൻ്റെ ഈശ്വര.
ഒരു മാതാപിതാക്കൾക്കും നേരാവണ്ണം അവരെ ഊട്ടുവാനോ അവരെ ഉറക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ കഴിയില്ല. ഞങ്ങളെന്തു പിഴച്ചു ദൈവമേ, ഇങ്ങനൊരു മകനെ കിട്ടുവാനായിക്കൊണ്ട്. ഉണ്ടാവും. ഇന്നത്തെ നിങ്ങൾ നാളത്തെ അമ്മയായി വളരും. ഇന്ന് ചെയ്യുന്ന ദുഷ്പ്രവൃത്തികളുടെ ഭാഗമായി ആയതിനെ ആസ്വദിച്ച് അനുഭവിച്ച് തീരുവാനായിക്കൊണ്ടുള്ള ജന്മം നിങ്ങൾക്ക് ഇട്ടുതരും. ആരിട്ട് തരും? ഞാനല്ല, പ്രകൃതി. അപ്രകാരം ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും ജന്മം നൽകി പ്രപഞ്ചം. അതെല്ലാം നിങ്ങളെ പഠിപ്പിച്ചിട്ട് മാത്രമേ ഇവിടുന്ന് നിങ്ങൾക്ക് മുക്തി കിട്ടുകയുള്ളൂ. അറിഞ്ഞ് ചെയ്യുന്ന കഷ്ടതകളും കുഷ്ഠതകളും അക്രമങ്ങളും അനീതികളും അധർമ്മങ്ങളും എല്ലാം നിൻ്റെ തലയ്ക്ക് തന്നെ ഞാൻ ഇട്ടുതരും. നീ ഇവിടുന്ന് പോയാൽ പോലും നിനക്ക് രക്ഷയില്ല. വീണ്ടും നീ ഇതനുഭവിക്കാൻ വേണ്ടി ജനിപ്പിക്കും. അത് സമൂഹത്തിൻ്റെ ഇടയിൽ കിടന്ന് നീ നേറി നീ അനുഭവിക്കും. എന്നാൽ തെറ്റാണെന്നറിയാതെ കണ്ടൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുവാനുള്ള ഒരു കഴിവും അറിവും ആയതിനുള്ള അവസരവും ഞാൻ നൽകും. അങ്ങനെയുള്ളവർ തിരിയണം. ചെയ്ത തെറ്റ് തിരുത്താൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പുറമേക്ക് തിരിയണം, തിരിഞ്ഞു നോക്കണം. അവിടെ നിങ്ങളെ കാത്തുണ്ടൊരു കാര്യം നിലകൊള്ളുന്നൊരു പ്രാർത്ഥന. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ജഗദീശ്വരി, ജഗദംബികെ, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പ് നൽകണം ജഗദീശ്വരി. സർവ്വ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പ് നൽകണം ജഗദീശ്വരി. സർവ്വ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പ് നൽകണം ജഗദീശ്വരി. ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള ഈ ജന്മം കൊണ്ടോ ഏതേത് ജന്മം കൊണ്ടോ അമ്മേ മഹാദേവി, ആരോടൊക്കെയാണോ ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുള്ളത്, കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളത്, അധർമ്മം ചെയ്തിട്ടുള്ളത്, അക്രമം ചെയ്തിട്ടുള്ളത്, എൻ്റെ കുടുംബത്തോടോ എൻ്റെ മാതാപിതാക്കളോടോ എൻ്റെ കുടുംബങ്ങളോടോ ഞങ്ങളുടെ കുടുംബപരമായോ കുലപരമായോ വംശപരമായോ ഗോത്രപരമായോ ജന്മപരമായോ ജന്മജന്മാന്തരപരമായോ ഈ ജന്മപരമായോ തറവാടുപരമായോ മാതാപിതാപരമായോ ബന്ധുമിത്രാദിപരമായോ കൂട്ടുകുടുംബപരമായോ സുഹൃത്തുപരമായോ അയൽപക്കപരമായോ ഗുരുകാരണപരമായോ പിതാമഹന്മാർപരമായോ പൂർവികപരമായോ അമ്മേ മഹാദേവി, ജീവിച്ചിരിക്കുന്നവരോടോ അച്ഛനമ്മമാരോടോ അച്ഛനച്ഛന്മാരോടോ മുത്തശ്ശന്മാരോടോ മുത്തശ്ശിമാരോടോ ചെറിയച്ഛന്മാരോടോ ചെറിയമ്മമാരോടോ പാപ്പന്മാരോടോ മാമന്മാരോടോ ഗുരുകാരണവന്മാരോടോ പിതാമഹന്മാരോടോ പൂർവികരോടോ ഗുരുവിൻ്റെ ഗുരുവാ നെല്ലച്ഛനോടോ അമ്മേ മഹാദേവി, ലോകത്തിലുള്ള സർവ്വശ്രീശ്വരന്മാരോടോ സർവ്വ ആചാര്യന്മാരോടോ സർവ്വ പണ്ഡിതന്മാരോടോ അമ്മേ മഹാദേവി, ഈ ജന്മം നൽകിയ മാതാപിതാക്കളോടോ സഹോദരീ സഹോദരന്മാരോടോ കൂട്ടുകുടുംബങ്ങളോടോ ബന്ധുമിത്രാദികളോടോ അമ്മേ മഹാദേവി, സഹോദരീ സഹോദരന്മാരോടോ വിദ്യാർത്ഥികളോടോ അധ്യാപകന്മാരോടോ ഉദ്യോഗസ്ഥന്മാരോടോ മതങ്ങളോടോ മനുഷ്യരോടോ പ്രപഞ്ചത്തോടോ പ്രകൃതിയോടോ വൃക്ഷലതാദികളോടോ പക്ഷിമൃഗാദികളോടോ സസ്യലതാദികളോടോ ഭൂമിയോടോ വായുവിനോടോ ആകാശത്തോടോ പ്രപഞ്ചത്തോടോ പ്രകൃതിയോടോ ജലത്തോടോ ആരോടൊക്കെയാണമ്മേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ ജീവിതത്തിലോ പോയ ജന്മങ്ങളിലോ ഈ ജന്മങ്ങളിലോ ആരോടൊക്കെയാണോ ഞാൻ അമ്മേ പാപം ചെയ്തിട്ടുള്ളത്, തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുള്ളത്, ശാപപാപങ്ങൾ ചെയ്തിട്ടുള്ളത്, ആയവ പുറത്തു മാപ്പ് നൽകണം ജഗദീശ്വരി. അമ്മേ കാവിലമ്മേ, പുറത്തു മാപ്പാക്കണം. മാത്രവുമല്ല, ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം
ഈ ജന്മത്തിലോ ജന്മജന്മാന്തരങ്ങളിലോ അറിഞ്ഞും അറിയാതെയും മനസ്സാ വാച കർമ്മണ ചെയ്തു പോയിട്ടുള്ള സർവ്വ അപരാധങ്ങളുടെയും ചെയ്തു പോയിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങളുടെയും ചെയ്തു പോയിട്ടുള്ള സർവ്വ പാപദോഷങ്ങളുടെയും ചെയ്തു പോയിട്ടുള്ള സർവ്വ ശാപദോഷങ്ങളുടെയും പ്രായശ്ചിത്ത പരിഹാര കർമ്മങ്ങൾ ഉചിതമായ രീതിയിലൂടെ ചെയ്യുവാനുള്ള കഴിവും ചെയ്യുവാനുള്ള അറിവും ചെയ്യുവാനുള്ള അവസരവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം. അനുഗ്രഹിക്കണം ജഗദീശ്വരി, അനുഗ്രഹിക്കണം ജഗദീശ്വരി. അറിഞ്ഞും അറിയാതെയും ഈ ജന്മത്തിലോ കഴിഞ്ഞു പോയിട്ടുള്ള ജന്മജന്മാന്തരങ്ങളിലോ ഈ നിമിഷം മുതൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളോളം എന്തൊക്കെയാണോ ദുഷ്ടപ്രവൃത്തികളിൽ വന്നിട്ടുള്ളത്, തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുള്ളത്, അധർമ്മത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, അമ്മേ മഹാദേവി ഞങ്ങളുടെ കുടുംബങ്ങളോടോ കുടുംബപരമായോ കുലപരമായോ വംശപരമായോ ഗോത്രപരമായോ ജന്മപരമായോ ജന്മജന്മാന്തരപരമായോ ഈ ജന്മപരമായോ തറവാടുപരമായോ മാതാപിതാപരമായോ സഹോദരി സഹോദരപരമായോ ബന്ധുമിത്രാദിപരമായോ കൂട്ടുകുടുംബപരമായോ സുഹൃത്തുപരമായോ അയൽപക്കപരമായോ ഗുരു കാരണപരമായോ പിതാമഹന്മാർപരമായോ പൂർവികപരമായോ അമ്മേ മഹാദേവി ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരോടോ അച്ഛനച്ഛച്ചന്മാരോടോ മുത്തശ്ശന്മാരോടോ മുത്തശ്ശിന്മാരോടോ ചെറിയച്ഛന്മാരോടോ ചെറിയമ്മമാരോടോ വലിയച്ഛന്മാരോടോ വലിയമ്മമാരോടോ പാപ്പന്മാരോടോ മാമന്മാരോടോ ഗുരു കാരണവന്മാരോടോ പിതാമഹന്മാരോടോ പൂർവികരോടോ ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനോടോ സമൂഹത്തോടോ അമ്മേ മഹാദേവി മതങ്ങളോടോ ബന്ധങ്ങളോടോ ലോകത്തോടോ പ്രപഞ്ചത്തോടോ പ്രകൃതിയോടോ ആകാശത്തോടോ ഭൂമിയോടോ വായുവിനോടോ അഗ്നിയോടോ ജലത്തോടോ സർവചരാചരങ്ങളോടോ സർവചരാചര സൃഷ്ടികളോടോ സൃഷ്ടിസ്ഥിതി സംഹാരാദിമൂർത്തി ദേവന്മാരോടോ ലോകത്തിലുള്ള 33 ദൈവദേവഗണങ്ങളോടോ ലോകത്തിലുള്ള അഖില ദൈവദേവഗണങ്ങളോടോ ലോകത്തിലുള്ള സർവ്വദൈവ ദേവഗണങ്ങളോടോ സർവഗ്രഹദേവന്മാരോടോ നവഗ്രഹദേവന്മാരോടോ രാഹുഗുളിക കേതവന്മാരോടോ സൂര്യചന്ദ്രന്മാരോടോ നക്ഷത്രാധിപന്മാരോടോ അഷ്ടവസ്തുക്കളോടോ അഷ്ടദിക്പാലകന്മാരോടോ അഷ്ടൈശ്വരമൂർത്തികളോടോ ദേവീദേവന്മാരോടോ ജ്ഞാനേശ്വരന്മാരോടോ ബ്രഹ്മേശ്വരന്മാരോടോ സദാനന്ദ സ്വരൂപന്മാരോടോ ആത്മീയാചാര്യന്മാരോടോ ഗുരു കാരണവന്മാരോടോ ധർമ്മദൈവങ്ങളോടോ പിതാമഹന്മാരോടോ പൂർവികരോടോ ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനോടോ അമ്മേ ആരോടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? വിദ്യാർത്ഥികളോടോ അധ്യാപകന്മാരോടോ ഡോക്ടർമാരോടോ വക്കീലന്മാരോടോ ജഡ്ജിമാരോടോ ഭരണകർത്താക്കളോടോ ഭരണത്തോടോ എന്തെല്ലാമോ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ജന്മനാടിനോടോ ഏതെങ്കിലും നാടിനോടോ ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ സമൂഹത്തോടോ എൻ്റെ കുടുംബത്തോടോ ആരോടൊക്കെയാണോ ചെയ്തിട്ടുള്ളേ ആയതിന് പ്രായശ്ചിത്തം ചെയ്യുവാനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യും. ആയത് ചെയ്യുമ്പം പ്രായശ്ചിത്ത പരിഹാരം ആയതിനൊക്കെയുള്ള പ്രായശ്ചിത്തം ചെയ്യുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകി ആയതിനൊക്കെ വേണ്ടിയുള്ള അമ്മേ മഹാദേവി അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയിട്ടുള്ള സർവ്വപരാധങ്ങളുടെയും സർവ്വ തെറ്റുകുറ്റങ്ങളുടെയും പ്രായശ്ചിത്ത പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി ആയതിനുള്ള അറിവ് നൽകി ആയതിനുള്ള അവസരം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ ചെയ്ത് പ്രായശ്ചിത്തം ചെയ്യണം ചെയ്തു പോയിട്ടുള്ള തെറ്റിന്. ഇല്ലെങ്കിൽ ആ 3 മുനയുള്ള കുന്തം, മൂന്നാമത്തെ കുന്തം സംഹാരമൂർത്തി സംഹാരമായി നടനമാടുന്ന നമ്മൾ പോകുന്ന സമയം നമ്മൾ അപ്രകാരമുള്ള സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള പ്രാണവേദനയോടുകൂടി കുറേ പിടഞ്ഞ് നമ്മൾ അനുഭവിച്ച് വേദന തിന്ന് സഹിക്കാൻ പറ്റാത്ത പ്രാണൻ പോകാതെ കിടന്ന് പ്രാണൻ പോയി കഴിഞ്ഞാൽ സമാധാനമായി എന്ന് കിട്ടുന്നൊരവസ്ഥയിൽ കിടന്ന് നരകിച്ച് പോകുന്നതിനും നല്ലതല്ലേ എൻ്റെ കർത്തവ്യം ഒരു മനുഷ്യനാകുക എന്നുള്ളതാണ്. ഇതിലുള്ളൊരു മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ ഒന്നില്ലാതെ കണ്ട്
ഞാനൊരു മനുഷ്യനാണെന്നുള്ള തിരിച്ചറിവുണ്ടായിക്കൊണ്ട് എന്നെപ്പോലെയാണ് മറ്റുള്ളവരും മനുഷ്യരാണെന്നുള്ള ബോധ്യം വന്നുകൊണ്ട് ആ മാനുഷിക മൂല്യങ്ങൾ നല്ലൊരു കലാവൈഭവമുള്ള ജീവിതമാക്കി, നല്ല ജീവിതമാകുന്ന നല്ല കലയാക്കി മാറ്റിക്കൊണ്ട് ആ കൊലകളിൽ നിന്നെല്ലാം നമ്മൾ മാറിക്കൊണ്ട് ജീവിതം നല്ലൊരു കലയാക്കി, ഏതൊരു മനുഷ്യനും കലാമൂല്യമുള്ള ഒരാൾ ജീവിക്കുന്നു എന്നുള്ളൊരു തോന്നലോടുകൂടി ഏവരും ജീവിക്കേണ്ടതല്ലേ. തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടണം, വൈകരുത്. എല്ലാവർക്കും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പ്രായശ്ചിത്തം നൽകുവാനായിക്കൊണ്ട് ജഗദീശ്വരി നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അതിനുള്ള നല്ല കർമ്മങ്ങൾ നമുക്കേവർക്കും പ്രായശ്ചിത്തമെന്നോണം നമുക്ക് കാണുവാനായിക്കൊണ്ട്, പ്രായശ്ചിത്തം ചെയ്യുവാനായിക്കൊണ്ടുള്ള ഒരു കർത്തവ്യം നിർവഹിക്കുവാനായിക്കൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഏവർക്കും പ്രണാമം, നമസ്കാരം.